ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓണമൊക്കെ ആയി. ഇനിയിപ്പോൾ അത് 10 ദിവസമുള്ളൂ ഓണത്തിന്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എപ്പോഴും ഇവിടെ എല്ലാവരും കർക്കിടകം 1 മുതലൊക്കെ പൂക്കളമൊക്കെ വയ്ക്കാറുണ്ട്. നമ്മുടെ അവിടെ പൂക്കളൊക്കെ ഇത്തിരി കമ്മിയല്ലേ, ഒരു മാസമൊക്കെ വയ്ക്കുമ്പോഴേക്ക് പൂക്കളും കിട്ടാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അത്തം മുതൽ ഇവിടെ പൂക്കളം വയ്ക്കാൻ വെച്ചു. പണ്ടൊക്കെ ഞങ്ങൾ കുട്ടിയാകുമ്പോഴൊക്കെ കർക്കിടകം മുതലൊക്കെ ഞാൻ വീട്ടിലൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ മുണ്ടൂര് അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും കർക്കിടകം 1-ാം തീയതി മുതൽ ഞങ്ങൾ പൂക്കളമൊക്കെ വയ്ക്കും കേട്ടോ. പിന്നെ കല്യാണം കഴിച്ച് ഇവിടെ അങ്ങനെയൊക്കെ പിന്നെ കുട്ടികളൊക്കെ ആയ ശേഷം ഞാൻ ഇവിടെ പിന്നെ എപ്പോഴും അത്തം മുതലേ വയ്ക്കാറുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഒരു ടാസ്ക് തന്നെയാണ് പൂവ് പറിക്കാൻ പോകുന്നത്. കാരണം ഞാൻ തലേദിവസം പൂക്കളൊന്നും വാങ്ങിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കാശിത്തുമ്പയും കുറച്ച് നിത്യകല്യാണിയും കുറച്ച് ശീമക്കൊന്നൻ്റെ ഇലയൊക്കെ വലിച്ച് മുറ്റമൊക്കെ ഒന്ന് കുറച്ച് ചാണകവും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തേച്ച് പൂക്കളം ഇടാൻ തുടങ്ങി. കുഞ്ഞു പൂക്കളമാണ്. പിന്നെ അവളുടെ അടുത്ത് ഇടാൻ അവൾക്ക് നാളെ രാവിലെ 5 ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ വേഗം കുറച്ച് പൂക്കളൊക്കെ വലിച്ച് ഒരു കുഞ്ഞു പൂക്കളം വെച്ചു. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ല? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കാശിത്തുമ്പ, ഇത്തിരി മുല്ല, കുറച്ച് പൂക്കൾ ഇട്ടിട്ട് നമ്മുടെ മുറ്റത്ത് ഇത് വെച്ചു. പക്ഷേ ഇതൊക്കെ ഒരു രസമാണല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ. കുട്ടികൾക്കാണെങ്കിൽ രാവിലെ കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.